ഹലോ ഗൈസ്, വെൽക്കം ടു ആസി മലയാളി. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രാക്സസ് ടിയർ ഫോർ ഡിഫൻഡറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് നമ്മളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് കൊണ്ട് നമ്മൾ എങ്ങനെ ഇത് ഓഫ് റോഡിങ് എന്താ ഉപയോഗം നോക്കാം. നമ്മൾ റിമോട്ട് ഡിഫറൻഷ്യൽ ഗിയർ എല്ലാം അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഗിയർ അൺലോക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ഹൈ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഹൈ സ്പീഡിൽ വന്നത്തേക്ക് നല്ല സ്പീഡ് കിട്ടും, പക്ഷേ ടോർക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക് സെറ്റിങ്ങിൽ കിടക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുവഴി നമുക്ക് ക്ലൈംബ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് റോക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു സർഫസാണ്. അപ്പോൾ നമ്മൾ റോക്കിലേക്ക് വരികയാണ്. ഈ റോക്കിൻ്റെ അവിടെ എത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്, കാരണം ഇപ്പോഴത്തെ ഫ്രണ്ട് റൈറ്റ് സൈഡത്തെ വീലിൻ്റെ ഗ്രിപ്പും പോയി, ബാക്കിൽ ലെഫ്റ്റ് സൈഡിലെ വീലിൻ്റെ ഗ്രിപ്പും പോയി. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഗിയർ ഓപ്പൺ ആയത് കാരണം എന്ത് പറ്റും, ഏറ്റവും ലീസ്റ്റ് പാത്തിൽ കൂടെ പവർ പോകും. അതായത് ഇപ്പം ഗ്രിപ്പില്ലാത്ത ടയർ മാത്രം കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ അതായത് ഫ്രണ്ടിലത്തെ രണ്ട് വീൽ ഒരേപോലെ കറങ്ങിയാൽ മാത്രമേ മുകളിലേക്ക് കയറൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഗിയർ ലോക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ബാക്കിൽ ലോക്ക് ചെയ്തു, ഫ്രണ്ടിൽ ലോക്ക് ചെയ്തു. അപ്പം 4 വീലും ഒരേ സ്പീഡിൽ കറങ്ങും. എന്നിട്ട് നമുക്ക് ക്ലാമ്പ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അത് കയറി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് കൺട്രോൾ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം, ലോ സ്പീഡിലേക്ക് മാറും ട്രാൻസ്മിഷൻ. അപ്പോഴത്തേക്ക് ടോർക്ക് വളരെ കൂടും, പക്ഷേ വണ്ടി പയ്യെ കയറി പോകുന്നു. അപ്പോഴത്തേക്ക് മാക്സിമം കൺട്രോൾ കിട്ടും. ഞാൻ ജസ്റ്റ് ചെറിയ സ്പീഡ് കൊടുത്തുകൊണ്ട് എനിക്ക് നല്ല കൺട്രോളിൽ ഇത് കയറി പോകും. അപ്പോൾ അത് നന്നായിട്ട് അത് കയറിപ്പോയി. ഇനി ഇത് ലൂസ് സർഫസാണ്. ലൂസ് സർഫസിൽ കൂടെ നമ്മളിപ്പോൾ മുകളിലോട്ട് പോകാം. ലൂസ് സർഫസ് ആയിക്കൊണ്ട് തന്നെ ക്ലൈംബ് ചെയ്യാൻ കുറച്ച് പാടാണ്. ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതോറും മണ്ണിത് ഇടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് സ്പീഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലൈംബ് ചെയ്ത് കയറിപ്പോകുക. അപ്പോഴത്തേക്ക് സെയിം ഡിഫറൻഷ്യൽ ഗിയറെല്ലാം ലോക്ക്ഡ് ആയിരിക്കണം. കാരണം ചില സ്ഥലത്തൊക്കെ നമുക്ക് ഗ്രിപ്പ് കിട്ടും. അപ്പോൾ അപ്പോഴത്തേക്ക് ആ വീല് മാത്രം കറങ്ങാണ്ടിരിക്കും. അപ്പോൾ ഗ്രിപ്പില്ലാത്ത വീല് മാത്രം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം. നമ്മൾ ഏറ്റവും മുകളിൽ ഇവിടെ കുറച്ച് ഉറച്ച തറയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ക്ലൈംബ് ചെയ്തു. നമ്മൾ ക്ലൈംബ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ഇത് ഇറങ്ങുന്നത് നോക്കാം. തിരിച്ച് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം. ഇപ്പോഴത്തെ സൈഡ് കുറച്ചുകൂടെ സ്റ്റീപ്പാണ്. അവിടെ അതുപോലെ തന്നെ എല്ലാം ലൂസായിട്ടുള്ള മറ്റേ മെറ്റൽ പീസസ്. അപ്പോൾ നമുക്ക് ഇവിടെ ലോ റേഞ്ച് ഗിയറിൽ തന്നെയാണ് വരുന്നത്. കാരണം ഹൈ റേഞ്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചാൽ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഉണ്ടോ പെട്ടെന്ന് വേണ്ട ഇറങ്ങി കഴിഞ്ഞ് വരും. ഞാൻ ലോ റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ പയ്യെ എനിക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ചുകൂടെ സ്പീഡ് എനിക്ക് കൺട്രോൾ എനിക്ക് കിട്ടും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് മോട്ടറിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് കൂടെ എനിക്ക് കിട്ടും. ഇറങ്ങുന്ന സമയത്ത് ചെറിയ സ്പീഡിൽ നമുക്ക് പയ്യെ തന്നെ ഇറങ്ങി തരാം. ഇത് ക്യാമറയിൽ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റീപ്പാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇറങ്ങിയത്. ഇനി നമുക്ക് റിവേഴ്സ് എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഗിയർ ഓപ്പൺ ചെയ്യാം. കാരണം ഡിഫറൻഷ്യൽ ഗിയർ ലോക്ക്ഡ് ആണെങ്കിൽ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വളരെയധികം കൂടും. ഇത് നമുക്ക് ഇപ്പോൾ ഇനി ലോ റേഞ്ച് ഗിയറിൻ്റെ ആവശ്യമില്ല, ഹൈ റേഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യും.
വേറൊരു ലൊക്കേഷനിലേക്ക് വന്നു. ഇവിടെ ഒരു മോസ്റ്റ്ലി മൊത്തം ഒരു മണ്ണിൻ്റെ ഒരു ഭൂമിയാണ്. അപ്പോഴത്തേക്ക് ഇത് മൊത്തം ഓൾമോസ്റ്റ് മണലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതുവഴി നമുക്കൊന്ന് ക്ലൈംബ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഗിയറെല്ലാം ഡിഫ്രഷൻ ഗിയറെല്ലാം ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഇത് ഓൾറെഡി ലോ റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ക്ലൈംബിങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടാവുന്നുള്ളൂ, കയറി പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നന്നായി ഇത് മണ്ണ് ഇളകി കഴിഞ്ഞാൽ പിന്നെ അതിന് ഗ്രിപ്പ് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും സ്റ്റക്കായിട്ടില്ല. നമ്മൾ വോയിസ് എടുത്തിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഒരു കല്ല് കയറി ഷിഫ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഫ്രണ്ട് വീല് ഗ്രിപ്പ് കിട്ടി, റൈറ്റ് അവിടെ ലെഫ്റ്റ് സൈഡ് വീലൊന്ന് ഗ്രിപ്പ് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു വീലൊന്ന് ഗ്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ അതങ്ങ് കയറി. കാരണം അത് ഓൾറെഡി ഡിഫ്രഷൻ ഗിയറെല്ലാം ലോക്കാണ്. പിന്നെ ഒരു ഗിയറിൻ്റെ ഗ്രിപ്പിങ്ങനെ അതിനകത്ത് തന്നെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.